റെഡിയാണല്ലോ, ഓക്കെ ആണല്ലോ. ഇയാളാണ് സാർ, ഇയാൾ കാരണമാണ് ഈ വേട്ടാവാളി 100 വട്ടം പറഞ്ഞ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ. ഇയാൾ സമ്മതിച്ചില്ല അല്ലടാ. വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. പരിസരത്തന്നെ കാണും. എന്ത് വില കൊടുത്ത് അവനെ പൊക്കണം. ഹലോ സാറേ, ലാലേട്ട എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. ഞാനത് അതൊന്നും കുഴപ്പമില്ല. കൈകൊണ്ട് കണ്ണീര് ഉടയ്ക്കാതെ വൃത്തിയത് താഴ്ത്തിയിട്. നീ എന്നെ ഇമോഷണൽ ആക്കരുതേ. കഴിഞ്ഞ കാര്യമല്ലേ? അതെ, എന്നാലും ഞാൻ ചെയ്യാൻ പാടില്ല. ഒന്നും ചെയ്യാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? നല്ല സുഖമുണ്ട്. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിലിന്റെ ഇടയിൽ വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. സുഖമുണ്ടോ? എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ. അപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു, ഇത്രയേ ഉള്ളൂ. വേറെ എന്ത്? എന്നെ ആക്കിയതാ. മാധ്യമം അങ്ങനെയാണല്ലോ. അപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു, ഇത്രയേ ഉള്ളൂ. വേറെ എന്ത്? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ അതെ, കൈ ലോക്കായി. കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് എന്റെ പ്രതീക്ഷ സഫലമാവല്ലേ ലാലേട്ടാ? ഓക്കെ, താങ്ക് യു. നോക്കി വെച്ചിട്ടുണ്ട്. നിന്നെ കൈ കിട്ടും, അന്ന് ഞാൻ എടുത്തോളാം. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയെങ്ങാനും നീ എന്നെ നേരെ വന്നാൽ പലരും കടിച്ചു തിന്നാൻ നേരത്തെ വായി പല്ല് കാണത്തില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.